ഉരുൾപൊട്ടലിൽ കാണാതായ സഹോദരിയെയും ഭർത്താവിനെയും തേടി ഇറങ്ങിയതാണ് സഹോദരന്മാരായ മാധവനും നെഞ്ചുണ്ടനും. മഴ കനത്തപ്പോൾ ജന്മനാടായ മൈസൂരിലേക്ക് വരാൻ ഇരുവരോടും പലതവണ ആവശ്യപ്പെട്ടെങ്കിലും കൂട്ടാക്കിയില്ലെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് നെഞ്ചുണ്ടൻ പറയുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു സഹോദരനൊപ്പമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സഹോദരിയെ കാണാനില്ല, ഒപ്പം തന്നെ ഭർത്താവിനെയും കാണാനില്ല എന്നതാണ് അവർ പ്രധാനമായിട്ടും ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു പ്രയാസം. ഈ ഉരുൾപൊട്ടലിൽ അല്ലെങ്കിൽ ഈ വെള്ളപ്പാച്ചിലാണ് ഈ കുടുംബത്തെ കാണാതായിട്ടുള്ളത്. ഇപ്പോൾ അവരുടെ രണ്ടുപേരുടെയും ഫോട്ടോ ഇവരുടെ കൈവശമുണ്ട്. ഇവർ മൈസൂരിൽ നിന്നുമാണ് വരുന്നത്. രത്തിനി അതുപോലെ തന്നെ രാജേന്ദ്രൻ രണ്ടുപേരാണ്. നിങ്ങളപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നു പോയതാണ്? ഏട്ടൻ വന്നു പോയതാണ്. ഞാൻ അവിടെ തന്നെ ആയിരുന്നു. പിന്നെ അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് അമ്മേനെ കൂട്ടിയിട്ട് ഞങ്ങൾ നാട്ടിലായിരുന്നു. ചേട്ടൻ വന്ന് നോക്കിയിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ സംഭവം അന്ന് വന്ന് ഒരു ദിവസം നിന്നിട്ട് പിറ്റേന്ന് നാട്ടിലേക്ക് വരികയായിരുന്നു. പക്ഷെ അന്ന് രാവിലെ വന്ന് വിളിച്ച് പറഞ്ഞിട്ട് വന്നതാണ്, പ്രത്യേകിച്ചും പറഞ്ഞതാണ്, നിങ്ങൾ നിൽക്കേണ്ട, വെള്ളത്തിൻ്റെ ഒഴുക്ക് കൂടുതലുണ്ട്, എന്തോ ഒരു പന്തികേടുണ്ട് അവിടെ, പക്ഷേ നിങ്ങൾ അവിടെ നിൽക്കേണ്ട പറഞ്ഞിട്ട് അവർ രണ്ടു കൂടെ അന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല. ഉറങ്ങിയിട്ട് അന്ന് അവിടെ പോയിട്ട് ഫോൺ വിളിയാണ് ഞങ്ങൾ, നിങ്ങൾ നിൽക്കേണ്ട വന്നോളി മൈസൂർ ഭാഗത്ത്, ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാമെന്നൊക്കെ ഞാൻ അത്രയും വിളിച്ച് പറഞ്ഞിട്ടൊന്നും കേട്ടില്ല. കേൾക്കണ്ടല്ലോ, അവൻ്റെ മനസ്സ് മാറിച്ചു വിളിച്ചു കൊണ്ടുപോകാൻ. അവരെന്താ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്? എസ്റ്റേറ്റിലാണ് സാർ, തൈലത്തോട്ടത്തിലാണ് പണി. കൂലിപ്പണിയെടുക്കുന്ന ആൾക്കാരാണ് അവർ രണ്ടുപേരും. അവർ കെട്ടുമ്പോൾ കൂലിപ്പണിക്കാരും, ചേച്ചി എസ്റ്റേറ്റിൽ തൈലത്തോട്ട തൊഴിലാളിയാണ്. അവസാനം വിളിച്ചപ്പോൾ തിരിച്ചു വരാൻ പറഞ്ഞപ്പോൾ അവരെന്താ പറഞ്ഞത്? അവർ രാത്രി 9 മണിക്കാണ് വിളിച്ചത്. ഞങ്ങൾ അന്ന് രാത്രി സംഭവിക്കുന്നത് ഒരു 3 മണിക്കൂർ മുമ്പാണ് ഞങ്ങൾ വിളിക്കുന്നത്. വിളിച്ചപ്പോൾ എൻ്റെ മോളോട് പറഞ്ഞു, ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ വെള്ളം കുറവുണ്ട്, അടുത്ത വീട്ടിൻ്റെ ടെറസിൻ്റെ മേലെ പോയി ഇരുന്നോളാം, വെള്ളം ഇച്ചിരിയല്ലേ വരുന്നുള്ളൂ, അപ്പോൾ പിന്നെ കുറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാനുള്ളതിലാണ്. പക്ഷെ എന്ത് സംഭവിച്ചെന്നല്ല, ഫസ്റ്റത്തെ ഒരു പൊട്ടലിൽ അവർക്ക് ഇറങ്ങാൻ പറ്റിയില്ല. വെള്ളം കണ്ടിട്ട് പിന്നെ പേടിച്ച് കയറിയതായിരിക്കോ, ഇനി വെള്ളത്തിൽ പോയെന്നറിയില്ല. പക്ഷെ രണ്ടാമത്തെ പൊട്ടൽ പൊട്ടലായിരുന്നു, സൗണ്ട്. ആൾക്കാരൊക്കെ സംഭവസ്ഥലത്ത് പോയി നോക്കി. ആ വീടൊക്കെ ഇവിടെ സാറ് വിടുന്നില്ല. മേപ്പടി തന്നെ അവിടെ എല്ലാവരും ഇവിടെ നിൽക്കണം. പോലീസ്, മിലിറ്ററി ഒക്കെ അവിടെ തന്നെ ആരും തൊടാനോ അല്ല, ഇങ്ങോട്ട് നിന്നിട്ട് വിടുന്നില്ല ആരും. ആംബുലൻസൊക്കെ വരുന്ന സ്ഥലത്തേ ഈ ആംബുലൻസ് വരാനുള്ള വഴികളൊക്കെ ഒഴുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ആരും വിടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആരും ഞങ്ങൾ അങ്ങോട്ട് കടത്തി വിടാൻ കഴിയുന്നില്ല അവർക്ക്. പിന്നെ ഞങ്ങൾക്ക് പോയ ഇത് ചോദിച്ചപ്പോൾ അവർ വിടാൻ പറ്റില്ല, നിങ്ങൾ ആരും വരാൻ പറ്റില്ല, ഞങ്ങൾ അങ്ങോട്ട് ഒഴിവാക്കി ഇങ്ങോട്ട് ഇവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു ബന്ധു വീട്ടിലാണ് നിൽക്കുന്നത് ഞങ്ങൾ മേപ്പാടിയിൽ. ആശുപത്രികളിലൊക്കെ പോയി നോക്കിയോ? ആശുപത്രികൾ വന്ന ദിവസമൊക്കെ ഇന്നലെ വരെ ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. മിഞ്ഞാന്ന് ഒരു 3 ദിവസം മുമ്പ് ഞങ്ങൾ വന്നു. അന്ന് സംഭവിച്ചത് പിറ്റേന്ന് ഞങ്ങൾ വന്ന് ഒരു 3 മണി വരെ പ്രതീക്ഷ ഉണ്ടായി. പിന്നെ അതിന് ശേഷം എവിടെയും ഫോൺ കോളും ഇല്ല, ഫോൺ വിളിച്ചവർ ഇവിടെ എവിടെ ഇല്ല, എത്തിപ്പെട്ടിട്ടില്ല എന്ന ശേഷം ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ കൈവിട്ട് പോയ ശേഷമാണ് ഞങ്ങൾ എവിടെയെങ്കിലും കാണും. ഏറെ പ്രതീക്ഷയോടെയാണ് ഈ കുടുംബം കാത്തു നിൽക്കുന്നത്. ഇവർ മൈസൂരിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഇത് കൂടെയുള്ള സഹോദരനാണോ? അങ്ങനെ ഇവർ 2 ആങ്ങളമാർ പെങ്ങളെ തേടിയിട്ടാണ് ഇപ്പോൾ ഈ മേഖലയിലേക്ക് എത്തിയിട്ടുള്ളത്. തിരിച്ചു കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ സഹോദരന്മാരുള്ളത്. മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24. മാധവനെയും നെഞ്ചുടനെയും പോലെ നിരവധി പേരാണ് ഇങ്ങനെ ഉറ്റവർക്കായുള്ള തിരച്ചിൽ കാത്തു നിൽക്കുന്നത്, ഉറ്റവരെ കണ്ടെത്തുവാൻ കാത്തു നിൽക്കുന്നത്. നിരവധി പേരെയാണ് കാണാതായിരിക്കുന്നത്. 227 പേരെ കാണാതായി എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഇത് ഔദ്യോഗിക കണക്കല്ല എന്ന് റവന്യൂ മന്ത്രി തന്നെ പറയുന്നു. റേഷൻ കാർഡിലെ പേരുവിവരങ്ങൾ അടക്കം ശേഖരിച്ചുകൊണ്ട് പട്ടിക തയ്യാറാക്കാനാണ് ഇപ്പോൾ നടപടികൾ പുരോഗമിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എത്ര പേരെയാണ് കണ്ടെത്താനുള്ളത് എന്നതിലേക്ക് ഔദ്യോഗികമായി എത്താൻ കഴിയുക. ഇപ്പോഴും ദൗത്യം പുരോഗമിക്കുകയാണ്. മഴ മാറി നിൽക്കുന്ന അനുകൂല സാഹചര്യമുണ്ട്, അതുകൊണ്ടാണ് ദൗത്യം പുരോഗമിക്കുന്നത് കാര്യമായി തന്നെ. മാത്രമല്ല, കൂടുതൽ മണ്ണുമാന്തി യന്ത്രങ്ങളും അവിടെ എത്തിച്ചിട്ടുണ്ട്. മുണ്ടക്കയിൽ 15ഓളം മണ്ണുമാന്തി യന്ത്രങ്ങളാണ് ഇപ്പോൾ അവിടെ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്.